ആലിമീങ്ങളുടെ മുമ്പിൽ തട്ടിപ്പും ചൂഷണവും വെട്ടിപ്പൊന്നും ആരും കൊണ്ടുവരരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇൽമുണ്ടെങ്കിൽ എല്ലാ വിഷയത്തിനും അവിടെ എല്ലാം പരിഹാരങ്ങളുണ്ടാവും. അപ്പൊ സ്വപ്നം എന്ന് പറയുന്നത് ഒരു വലിയ വിഷയമാക്കിയിട്ട് അങ്ങനെ ആരും കൊണ്ടുവരേണ്ട. അതാണ് രാജത്തരീക്കത്തിന്റെ ശൈഖന്മാർ, അവർ കള്ളം പറയുന്നവരാണ്. അവരെ സ്വപ്നമൊന്നും ഒരിക്കലും തെളിവിന് പറ്റൂല, പലപ്പോഴും അത് കള്ളമായിരിക്കും. ഇമാമിങ്ങളുടെ വിശദീകരണം ഇല്ലാതെ ഖുർആനും ഹദീസും നോക്കാൻ പോയാൽ മനുഷ്യൻ വലിയ അപകടത്തിൽപ്പെടും. അങ്ങനെയാണ് പുത്തൻവാദികളൊക്കെ വലിയ വലിയ കുഴികളിൽ പോയി ചാടിയത്. പക്ഷെ കുഴിയിലാണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. അല്ലാഹു തആല നല്ല ബുദ്ധി കൊടുക്കട്ടെ. ഇനി ഒന്നുകൂടി പറയട്ടെ, ഇമാമിങ്ങൾ ഇവിടെയും പറയുകയാണ്, സ്വപ്നം 46 അംശത്തിലൊരംശമാണ് നുബുവത്തിൻ്റെ എന്ന് പറഞ്ഞാൽ, നുബുവത്തുള്ള നബിമാർക്ക് മറഞ്ഞ കാര്യങ്ങൾ പലതും അറിയാൻ കഴിയുമല്ലോ. അതുപോലെ സജ്ജനങ്ങളായ ആളുകൾ പിന്നീട് വരുന്ന ചില കാര്യങ്ങൾ സ്വപ്നത്തിലൂടെ അവർക്കറിയാൻ കഴിയുന്നു. നിങ്ങൾ കേട്ടിട്ടില്ലേ, മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണുന്നു. ശാഫി ഇമാം കാണുന്നത് എന്താണ്? പ്രിയപ്പെട്ട ശിഷ്യൻ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി വലിയ ഒരു പരീക്ഷണം നടക്കാൻ പോകുന്നുണ്ട്. ജയിലിൽ കിടക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനത്തെ കുറെ സംഗതികളാണ് സ്വപ്നത്തിൽ കാണുന്നത്. ശാഫി ഇമാം റളിയല്ലാഹു അൻഹു ആ വിവരം ശിഷ്യനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിലേക്ക് വിവരം നൽകുന്നു. ഇതെന്തിനാണ് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശാഫി ഇമാം തങ്ങൾക്ക് ഈ വിവരം എത്തിച്ചു കൊടുത്തത്, സ്വപ്നത്തിൽ അറിയിച്ചു കൊടുത്തത്? അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ വലിയ പരീക്ഷണം എനിക്ക് വരുന്നുണ്ട്, ഞാനത് ക്ഷമിച്ച് നിൽക്കേണ്ടതുണ്ട്, സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിൽക്കേണ്ടതുണ്ട്. അതേ ഭരണം നടത്തുന്ന ഭരണാധികാരിയെ, അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ. ആ സ്വാധീനം കാരണത്താൽ രാഷ്ട്രത്തലവനായ ഭരണാധികാരി ഖുർആൻ സൃഷ്ടിയാണ് എന്ന വാദത്തിൽ പെട്ടുപോയിട്ടുണ്ട്. അതിനെതിരെ പറയുന്ന പണ്ഡിതന്മാരെ ജയിലിലടക്കുന്നുണ്ട്, ചിലരുടെ തല വെട്ടിക്കൊല്ലുന്നുണ്ട്, ചിലരെ അവരുടെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് അക്രമങ്ങൾ ആ ഭരണാധികാരി, ആ ആശയത്തെ അനുകൂലിക്കാത്ത സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പരീക്ഷണം വരുന്നതിന് മുമ്പ് തന്നെ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സപ്പോർട്ട് ഈ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസത്തിനാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാനും ക്ഷമിക്കാൻ വേണ്ടിയുള്ള സന്നദ്ധതയോടെ നിൽക്കാനുമാണ് ആ സ്വപ്നം കാണിച്ചു കൊടുത്തതെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതുപോലെ ധാരാളം ചരിത്രങ്ങളിൽ നമുക്കത് കാണാം. സജ്ജനങ്ങൾ കാണുന്ന സ്വപ്നം. സുഹൃത്തുക്കളെ, അതാണ് നുബുവത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞതിനർത്ഥം. മറഞ്ഞ പല കാര്യങ്ങളും സ്വപ്നത്തിലൂടെ അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുന്നു. അമ്പിയാക്കൾക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുന്ന അതിൻ്റെ ഒരു ചെറിയ അംശം ഇതിലും സംഭവിക്കുന്നു എന്നാണ് ആ പറഞ്ഞതിൻ്റെ താല്പര്യം. എഴുന്നേറ്റ് നിന്നോളൂ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. എല്ലാവരും ഇരുന്നോളൂ. ബക്കറ്റ് കൊണ്ടുവരുമ്പോൾ നല്ല സംഭാവന കൊടുക്കണം എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾ കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്നാൽ സ്വപ്നം വെറും നല്ലവർ മാത്രം കാണുന്ന സംഗതിയല്ലല്ലോ. അവിടെ ഇമാമിങ്ങൾ കുറേ വിശദീകരണം നൽകുന്നുണ്ട്. അമ്പിയാക്കൾ കാണുന്ന സ്വപ്നമാണെങ്കിൽ അത് പരിപൂർണമായും സത്യമായിരിക്കും. അമ്പിയാക്കളുടെ സ്വപ്നം പൂർണ്ണമായും സത്യമായിരിക്കും. പക്ഷേ അതിൽ രണ്ട് വിധമുണ്ടാകും. ഒന്ന്, നേർക്ക് നേരെ കണ്ടത് തന്നെ സംഭവിക്കും. മറ്റു ചിലത് കണ്ടത് സംഭവിക്കുകയല്ല, ആ കണ്ടതിനാൽ വേറെ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, അത് സംഭവിക്കും. അതാണ് തഅബീർ എന്ന് പറയുന്നത്. കണ്ടതല്ല, കണ്ടതിന് മറ്റൊരു വ്യാഖ്യാനം. ഉദാഹരണത്തിന് ഒരു സ്ഥലത്ത് ഒരു ബോർഡ് വെച്ചിരിക്കുന്നു. ആ ബോർഡിൻ്റെ മേൽ കോഴിക്കോട് എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ്. ആ ബോർഡിൻ്റെ മേലെ 55 എന്ന് എഴുതി വെച്ചിരിക്കുന്നു. എന്താ അതിൻ്റെ അർത്ഥം?
അതിൻ്റെ അർത്ഥം കോഴിക്കോട്ടേക്ക് 55 കിലോമീറ്ററാണ്. അവിടെ 55 കിലോമീറ്റർ ആണ് എന്നും പറഞ്ഞിട്ടില്ല, 55 എന്ന് എഴുതി വെച്ചതേ ഉള്ളൂ. പക്ഷെ അതുകൊണ്ട് മനസ്സിലാക്കണം 55 കിലോമീറ്റർ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഇതുപോലെ ചില അക്കങ്ങൾ, ആ അക്കങ്ങൾക്ക് ചില അർത്ഥങ്ങൾ ഉണ്ടാവും. അതാണ് 53 കെട്ടിപ്പിടിച്ചവനെ പോലെ തന്നെ അത്തഹിയ്യാത്തിൽ കൈവെക്കുന്ന സ്ഥലത്ത് കയ്യിൻ്റെ വിരൽ വെക്കുമ്പോൾ അതൊരു അക്കത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന സംഗതികൾ ഉണ്ട്. ഇതുപോലെ പല സംഗതികളും ആ അക്കം കൊണ്ട് പലതും മനസ്സിലാവും. സുബ്ഹാനല്ലാഹ്, നമ്മുടെ രാജിയാരുണ്ട്, അള്ളാഹു അദ്ദേഹത്തിനും ബർക്കത്ത് ചെയ്യട്ടെ. അദ്ദേഹം പലപ്പോഴും പറയാ ഫോൺ നമ്പർ കൊണ്ടാ പറയാ, പേര്. അങ്ങനെ പറഞ്ഞതല്ല, അതിന് മറ്റൊരർത്ഥം. ഇങ്ങനെ തഅബീർ, വ്യാഖ്യാനം നമ്മൾ പറയുന്നത് അതാണ്. അങ്ങനെ അമ്പിയാക്കൾ കാണുന്ന ചില സ്വപ്നങ്ങളും വ്യാഖ്യാനം ആവശ്യമുള്ളതുണ്ടാകും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, രണ്ടും ഉണ്ടാവും. ചിലപ്പോൾ കൃത്യമായിട്ടുള്ളതുണ്ടാവും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി ആയിഷ ബീവിയെ സ്വപ്നത്തിൽ കണ്ടു. റസൂലുള്ളാഹിനെ പിന്നീട് പറഞ്ഞു, എനിക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കാണിച്ചു തന്നു. ഫൈദാ ഹിയ അന്തി, നോക്കുമ്പോൾ നീയാണത്, നീ എന്നെ. അപ്പൊ ശരിക്കും ആയിഷ ബീവിയെ തന്നെയാണ്, ആയിഷ ബീവിയുടെ അതേ രൂപം തന്നെയാണ് കാണിച്ചു കൊടുത്ത്. ആയിഷ ബീവിയാണെന്ന് ശരിക്കും മനസ്സിലാകുന്ന രൂപത്തിലാണ്. അങ്ങനെ ചിലപ്പോൾ കാണിക്കും. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു സ്വപ്നത്തെ സംബന്ധിച്ച് പറഞ്ഞു, ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, കറുത്ത ഒരു പെണ്ണിനെ ഞാൻ കണ്ടു. ആ പെണ്ണങ്ങ് ജുഹഫ ഇനി സാലിഹീങ്ങൾ, മഹാന്മാർ കാണുന്ന സ്വപ്നം, സാലിഹീങ്ങൾ കാണുന്ന സ്വപ്നം. വൽ അഗ്ലബു അലാ റുയാഹിം സിദ്ഖ്, സജ്ജനങ്ങളായ മഹാന്മാര് കാണുന്ന സ്വപ്നം മിക്കവാറും ശരിയായിരിക്കും. എല്ലാം ശരിയായിക്കൊള്ളണമെന്നില്ല, അമ്പിയാക്കളെ പവർ അവർക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു സാലിഹി ഒരു സ്വപ്നം കണ്ടാൽ അത് എല്ലാം ശരിയായിക്കൊള്ളണമെന്നൊന്നുമില്ല. അതാണ് അഗ്ലബ്, ബഹുഭൂരിപക്ഷവും അത് ശരിയായിരിക്കും. ചിലപ്പോൾ ആ മഹാന്മാരായ സാലിഹീങ്ങൾ കാണുന്ന ചില സ്വപ്നം വ്യാഖ്യാനത്തിന് ആവശ്യമില്ലാതെ മനസ്സിലാകുന്നതുണ്ടാവും. ചിലപ്പോൾ വ്യാഖ്യാനത്തിന് ആവശ്യം വരും, അമ്പിയാക്കൾ തന്നെ ആവശ്യം വരും ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ പിന്നെ പറയേണ്ടിയില്ലല്ലോ. വമൻ അദാഹും, അമ്പിയാക്കളും ഔലിയാക്കളൊന്നും അല്ലാത്ത ഒരു സ്വപ്നം കണ്ടാലോ, അവരുടെ സ്വപ്നത്തിൽ ചിലപ്പോൾ പൊയ്ക്കിരാവുകളായിരിക്കും, ചിലപ്പോൾ സത്യമായതും ആയിരിക്കും. സത്യമായത് സാധാരണക്കാർക്കും കണ്ടുകൂടാന്നൊന്നുമില്ല, അങ്ങനെയും കാണും. സുഹൃത്തുക്കളെ, എനിക്ക് ഓർമ്മയുണ്ട്, കേട്ടോ, ശാന്തി തകർന്നൊരു സ്ഥലമുണ്ട്. അത് വേളത്തിനടുത്താണ്. അവിടെ സുന്നത്തി ജമാഅത്തിന്റെ ഒരു പള്ളി മദ്രസ ഉണ്ടാക്കണമെന്ന് ഞാൻ വല്ലാതെ ആഗ്രഹിച്ചു. നമ്മുടെ സിറാജുൽ ഹുദയുടെ ആദ്യത്തെ 10 കൊല്ലം 11 മഹൽ സുന്നത്തി ജമാഅത്തിന് പള്ളി മദ്രസ ഇല്ലാത്ത സ്ഥലത്ത് പള്ളി ഉണ്ടാക്കാനാണ് ഞാൻ ശ്രമിച്ചത്. അങ്ങനെ ആ ഒരു സമയത്ത് അവിടെ ഒരു പള്ളി ഉണ്ടാക്കണം, അതിന് സ്ഥലം കിട്ടണം. ഞാൻ പലപ്പോഴും അവിടെ ഇങ്ങനെ കറങ്ങി സ്ഥലം കിട്ടാം, പക്ഷേ അതിനെ പരസ്യമായിട്ട് പോയ സ്ഥലം പിന്നെ വാങ്ങാൻ കഴിയൂല. വണ്ടിയിൽ ഗ്ലാസൊക്കെ കയറ്റി ഇങ്ങനെ പലപ്പോഴും കറങ്ങി കിട്ടിയില്ല. അവസാനം ഒരു സ്ഥലം നമ്മുടെ മാക്കുൽ മുഹമ്മദ് ഹാജി, അള്ളാഹു അദ്ദേഹത്തിന് ഖബറിൽ സന്തോഷം കൊടുക്കട്ടെ, എന്നോട് പറഞ്ഞു ഒരു സ്രാമ്പിൻ്റെ തൊട്ടുള്ള സ്ഥലം വെക്കുന്നുണ്ട്. അപ്പോൾ സ്രാമ്പിനോട് തൊട്ട സ്ഥലം മുഴങ്ങിയാൽ പിന്നെ അവിടെ നമുക്ക് വള്ളി ഉണ്ടാക്കാൻ കഴിയൂലല്ലോ. ഏതായാലും അത് ഈ അടുത്ത് മരിച്ചുപോയ കുറ്റ്യാടിയിലെ ഹസൻ ഹാജിയെ ബന്ധപ്പെടുത്തി അത് അഡ്വാൻസ് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അഡ്വാൻസ് കൊടുത്തു. ശേഷം ഞാൻ അവിടെ നാട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ അവിടെ പോയി. നമ്മുടെ ശിഷ്യനും പ്രവർത്തകനുമായ അഷ്റഫ് അദ്ദേഹമുണ്ട്, ടി പോക്കർ ഫൈസ് ഉണ്ട്. ഞാൻ അവിടെ ചെന്നപ്പോൾ ഈ സ്രാമ്പി ഒരാളെ ഉടമസ്ഥതയിലാണ്. അതൊരു പ്രമുഖനായ അവിടുത്തെ ഒരു നാട്ടുകാരൻ കുഞ്ഞബ്ദുൽ ഹാജി എന്നുള്ള ഒരാളാണ്. അദ്ദേഹം നമ്മളെ സംഘടനയുടെ ആളൊന്നുമല്ല, പിന്നെ മലയാളം ഹുത്തുമ നടക്കുന്ന പള്ളീൻ്റെ പ്രസിഡന്റാണ്. പക്ഷേ അയാളുടെ അടുത്ത് നിധി നമുക്ക് കിട്ടണം എന്നെനിക്ക് വല്ലാത്ത ആഗ്രഹം. അതിലിടക്കൊരു സംഭവം കൂടി ഉണ്ടായി. ഒരു റമദാനിൽ ആ സ്രാമ്പിയിൽ 20 റക്അത്ത് തറാവിഹി വയനാട്ടിലൊരു മുത്തഅല്ലിം നിസ്കരിക്കുകയും ചെയ്തു, ഇമാമത്ത് നിന്നിട്ട്. ഞാനത് കാണാൻ പോയി, 20 റക്അത്ത് തറാവിഹി കാണാൻ പോയി. അങ്ങനെ അവിടെ ചെന്ന് തറാവിഹി നിസ്കരിച്ചു. നിസ്കാരം കഴിയുമ്പോൾ പക്ഷേ പോകാൻ പേടിയാണ്, അന്നങ്ങോട്ട് പോകാൻ പേടിയാണ്, ഇന്നത്തെ പോലെ ഒന്നല്ല.
അന്ന് ഡോക്ടർ ആലിയെയും കൂട്ടിയിട്ടാണ് പോയത്. അള്ളാഹു അദ്ദേഹത്തിന് നമുക്കും പുറത്തു തരട്ടെ. അങ്ങനെ അവിടെ പോയി തറാവീഹ് കഴിഞ്ഞപ്പോൾ ഞാനൊരു മൂലയിൽ പോയി ഇരുന്ന് ബദരീങ്ങളുടെ പേരിൽ ഫാത്തിഹ ഓതിയിട്ട് ഇതായിരുന്നു, പഠിച്ചവനെ ഈ സിറാമ്പി ഞങ്ങൾക്ക് സിറാജുൽ ഹുദക്ക് തരണം, സുന്നത്തി ജമാഅത്തിന് തരണം എന്ന് ദുആ ചെയ്തു. അതാരും അറിയില്ല, ഞാൻ ഒറ്റക്ക് തരുന്നതാണ്. അതിന് ശേഷം ആണ് ഈ സംഭവം നടക്കുന്നത്. ഞാനേതായാലും അതിന് അഡ്വാൻസ് കൊടുക്കാൻ പറഞ്ഞു. അഡ്വാൻസ് കൊടുത്തു. ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം അവിടെ പോയി. അങ്ങനെ ഈ അഷ്റഫിനെയും ടി ടി ഉസ്താദിനെയും കൂടെ അച്ഛനോ സംശയമുണ്ട് എനിക്ക്. ഏതായിരുന്നാലും ഞാൻ കുഞ്ഞബ്ദുൽ ഹാജിയുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. എനിക്ക് നിങ്ങളൊന്ന് കാണണം, ഒന്ന് വരാൻ പറ്റുമെന്ന് ചോദിക്കുന്നു പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, മലയാളം ഖുത്ബ നടത്തുന്ന പള്ളീൻ്റെ പ്രസിഡൻ്റല്ലേ. അപ്പോൾ പിന്നെ അയാളടുത്ത് സംശയം, അതൊന്നും പറയാതെ പോകാൻ പറ്റുമോ? ഞാൻ അദ്ദേഹത്തിൻ്റെ താളയച്ചപ്പോൾ അയാൾ പറഞ്ഞു ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞു. വരണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? ഞാൻ അവരോട് പറഞ്ഞു അദ്ദേഹം ഇങ്ങോട്ട് വന്ന് ക്ഷണിക്കും, അപ്പോൾ നമുക്ക് പോകാം. എനിക്ക് അങ്ങനെയാണ് അല്ലാഹു തആല നേരം തോന്നിപ്പിച്ചത്. അയാൾ ഇങ്ങോട്ട് വന്ന് ക്ഷണിക്കും, അന്നേരം പോകാമെന്ന് പറഞ്ഞു. അന്ന് നമ്മൾ പള്ളീൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. ഞാൻ ആ ബീവിയോട് വാങ്ങിയ വീട്ടിലാണ് താമസം. ഒരാഴ്ച കഴിയുമ്പോണ്ട് കുഞ്ഞബ്ദുൽ ഹാജി വരുന്ന് എന്നോട് നിങ്ങൾ എൻ്റെ വീട്ടിൽ വരണം എന്നിട്ട് പറഞ്ഞു, അന്ന് ഞാൻ നിങ്ങൾ വരണ്ടാന്ന് പറഞ്ഞത് വീട്ടിൽ പെയിൻറ്റ് മറ്റു പല പണിയുമാണ്, നിങ്ങൾ വന്ന മര്യാദയ്ക്ക് ഇരുത്താനുള്ള ഒരു സ്ഥലമില്ല, അതുകൊണ്ടാണ്. അങ്ങനെ ഞാൻ പോയി. അദ്ദേഹം എനിക്ക് നല്ല സൽക്കാരമൊക്കെ തന്നു. ഞാൻ അദ്ദേഹത്തിന് മുന്നിൽ വിഷയം അവതരിപ്പിച്ചു. അൽഹംദുലില്ലാ, അദ്ദേഹം ആ സ്രാമ്പി പൊളിച്ചെടുക്കാമെന്നും ആ സ്ഥലം ഫ്രീ ആയിട്ട് സിറാജുൽ ഹുദക്ക് തരാമെന്നും ഏറ്റു. വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ മക്കളുടെ പേരിലാണ് ആ സ്ഥലം. അദ്ദേഹം അത് സിറാജുൽ ഹുദക്ക് രജിസ്റ്റർ ചെയ്തു തന്നു. തൊട്ടടുത്തുള്ളൊരു കുളമുണ്ട്, അത് നിങ്ങൾക്ക് എപ്പോഴും ഉപയോഗിക്കാം, അത് ഞാൻ വിട്ടുതരില്ല എന്ന് പറഞ്ഞു. നമുക്കിത് കിട്ടിയാൽ മതി, ആ സിറാമ്പി പൊളിച്ചാലേ നമുക്കവിടെ പള്ളി ഉണ്ടാക്കാൻ കഴിയും. തൊട്ടടുത്ത സ്ഥലവും വാങ്ങി, അവിടെ ഷെഡ് കെട്ടി, മദ്രസ തുടങ്ങി, ഷെഡ് കെട്ടി, ജുമഅ തുടങ്ങി. അതിന് കുഞ്ഞബ്ദുൽ ഹാജിയും വന്നു. കുഞ്ഞബ്ദുൽ ഹാജി എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഇവിടെ ഒരു നല്ല പള്ളിയും മദ്രസയും ഉണ്ടായതായി ഞാൻ സ്വപ്നത്തിൽ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അതായത് ഞാൻ പറയാൻ കാരണം, ഈ കുഞ്ഞബ്ദുൽ ഹാജി സ്വപ്നം കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ അവിടെ ചെന്ന് നോക്കിയാൽ നല്ല പള്ളിയുണ്ട്, മദ്രസയുണ്ട്. അപ്പോൾ സാധാരണക്കാരും ചിലപ്പോൾ സ്വപ്നം കാണും. അതേപോലെ തന്നെ ചിലപ്പോൾ മുസ്ലിമീങ്ങളല്ലാത്തവർ സ്വപ്നം കാണും. ആ സ്വപ്നവും പുലർന്നുകൂടാ എന്നില്ല. അതുകൊണ്ട് സ്വപ്നം പുലർന്നു എന്നതുകൊണ്ട് ഒരാൾ നല്ല ആളാണ് എന്ന് വിചാരിക്കണ്ട. ഈ സ്വപ്നം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിലുള്ള സ്വപ്നം കണ്ട ആൾ അപ്പോൾ മുസ്ലിമല്ല. അദ്ദേഹം പിന്നീട് മുസ്ലിമായി എന്ന് ചില ചരിത്രങ്ങൾ പറയുന്നുണ്ട്. അന്ന് അദ്ദേഹം മുസ്ലിമല്ല. അപ്പൊ മുസ്ലിമായാൽ മാത്രമേ സ്വപ്നം കാണൂന്നില്ല. മുസ്ലിമായവർ കണ്ട സ്വപ്നമേ ചിലപ്പോൾ പുലരുകയുള്ളൂ, അങ്ങനെയുമില്ല. സ്വപ്നം ആർക്കും കാണാവുന്നതാണ്. അതുകൊണ്ട് ആരും ഞാൻ അങ്ങനെ സ്വപ്നം കണ്ടു, ഇങ്ങനെ സ്വപ്നം കണ്ടു, ഞാൻ വലിയ മഹാനാണെന്ന് പറഞ്ഞ് ആരും വരണ്ടാന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഉണ്ടല്ലോ കുറേ തട്ടിപ്പുകാർ, സ്വപ്നം കാണൽ പറഞ്ഞിട്ട് വലിയ ആളാകാൻ നോക്കുന്നവർ. അങ്ങനെ സ്വപ്നം പറഞ്ഞിട്ട് ആരും ഇങ്ങോട്ട് വരണ്ട. നമ്മൾ പണ്ട് കുറുക്കാൻ പറഞ്ഞ മാതിരിയായി. മൊയിലാരുടെ മുമ്പിൽ ചത്തും കിടന്നുകൂടാന്ന് പറഞ്ഞില്ലേ. വിവരമുള്ളവരുടെ മുമ്പിൽ തട്ടിപ്പുകളൊന്നും നടക്കൂല. കുറുക്കൻ ചത്ത പോലെ കിടന്നതാ. അപ്പോഴാ മുസ്ലിയാർ പറഞ്ഞത്, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യുക, നമുക്ക് കുറുക്കൻ്റെ തോല് മൂറക്കിട്ടാൽ ശുദ്ധിയാവുമല്ലോ, തോല് പൊളിച്ചാളിയാന്ന് പറഞ്ഞു. അപ്പോഴാ കുറുക്കൻ പറഞ്ഞത്, മൊയിലാരുടെ മുന്നിൽ ചത്തും കിടക്കാൻ പറ്റൂല. അതുപോലെ ആലിമീങ്ങളുടെ മുമ്പിൽ തട്ടിപ്പും ചൂഷണവും വെട്ടിപ്പൊന്നും ആരും കൊണ്ടുവരരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇൽമുണ്ടെങ്കിൽ എല്ലാ വിഷയത്തിനും അവിടെ എല്ലാം പരിഹാരങ്ങളുണ്ടാവും. അപ്പൊ സ്വപ്നം എന്ന് പറയുന്നത് ഒരു വലിയ വിഷയമാക്കിയിട്ട് അങ്ങനെ ആരും കൊണ്ടുവരണ്ട. അതാണ് ഇമാമിങ്ങൾ പറയുന്നു, വകുഫാറു, അവിശ്വാസികളും ചിലപ്പോൾ സ്വപ്നം കാണും. പക്ഷേ വയന്തുറു ഫീ റുയാഹും സിദ്ഖു ജിദ്ദൻ, അവരെ സ്വപ്നം പലപ്പോഴും ശരിയാകൽ കുറവാണ്. അതെ, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ദഖും റുയാ അസ്ദഖും ഹദീസാ, കൂടുതൽ സത്യമുള്ള സ്വപ്നം കാണുന്നവർ കൂടുതൽ സത്യം പറയുന്ന ആളുകളായിരിക്കും. അതുകൊണ്ട് തന്നെ വ്യാജ തരീഖത്തിന്റെ ശൈഖന്മാർ അവർ കള്ളം പറയുന്നവരാണ്. അവരെ സ്വപ്നമൊന്നും ഒരിക്കലും തെളിവിന് പറ്റൂല, പലപ്പോഴും അത് കള്ളമായിരിക്കും. അത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ഹദീസാണ്. ഇനിയും കാണാം. അതേ ഇമാമിങ്ങൾ പറയാണ്, വഖദ് വഖഅത്തിർ റുയ സാദിഖത്തു മിൻ ബഅദിൽ കുഫാരി, ചിലപ്പോൾ ചില അവിശ്വാസികളിലും നല്ല ശരിയായ സ്വപ്നവും കണ്ടിരിക്കാം. കമാ ഫീ റുയ സാഹിബി സിജ്നി, ജയിലിൽ കിടന്ന രണ്ടാളുകൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട്
സ്വഹാബത്തിനോട് ഞങ്ങൾ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞില്ലേ, അവർ മുസ്ലിമീങ്ങളായിരുന്നില്ലല്ലോ, പക്ഷെ അവരെ സ്വപ്നമനുസരിച്ച് സംഭവം നടന്നിട്ടുണ്ടല്ലോ. അപ്പൊ ആ വിശ്വാസികൾ കണ്ട സ്വപ്നവും ചിലത് സത്യമായിരിക്കാം. അതുപോലെ മലിക്കിയും, ആ രാജാവ് കണ്ട സ്വപ്നം അദ്ദേഹം മുസ്ലിമല്ലല്ലോ, പക്ഷെ അദ്ദേഹത്തിന്റെ സ്വപ്നവും പുലരുന്നുണ്ടല്ലോ. അതിനാൽ സ്വപ്നത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയുണ്ട് എന്നത് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇനിയും പണ്ഡിതന്മാർ പറയുന്നു, അപ്പൊ അമ്മൽ കാഫിർ വൽ ഫാസിഖ് വൽ മുഖല്ലതു ഫലാ, അവരെ സ്വപ്നമൊന്നും നമുക്ക് തെളിവിനങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്ന സംഗതിയല്ല. വലൗ സുദ്ദിഖത്ത് റുയാഹും അഹ്യാനൻ, ചിലപ്പോൾ അവരെ സ്വപ്നം സത്യമായി എന്ന് വരാമെന്നേ ഉള്ളൂ. അതേതുപോലെ ഫദാക കമാ യസ്തുഖുൽ കദൂബ്, എപ്പോഴും കളവ് പറയുന്ന ചിലപ്പോൾ ഒരു നേര് പറഞ്ഞുകൂടാന്നില്ലല്ലോ. അതുപോലെ പലപ്പോഴും അവർ പറയുന്നത് ശരിയാവില്ല, അവരെ സ്വപ്നവും ശരിയാവില്ല, ചിലപ്പോൾ എങ്ങാനും ഒന്നും ശരിയായി കൂടാന്നുമില്ല. ഇങ്ങനെയാണ് അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത്. മറഞ്ഞ കാര്യം പറയുന്ന എല്ലാവരും ആ മറഞ്ഞ കാര്യം പറയുന്നവരെ വർത്തമാനമൊക്കെ അതൊക്കെ നുബുവത്തിന്റെ ഭാഗമാണെന്ന് ഒരിക്കലും തന്നെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. കൽകാഹിനി, ജ്യോത്സ്യന്മാരെ പോലെ, വൽ മുനജ്ജിമി, അതുപോലെ നക്ഷത്ര ശാസ്ത്രം കൊണ്ട് സംസാരിക്കുന്നവരെ പോലെ അവരെ സംസാരത്തിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ശരി വന്നു എന്നതിനാൽ അവരെ വിശ്വസിക്കാൻ പറ്റുന്നവരാണെന്ന് മനസ്സിലാക്കുകയോ അവരെ അവലംബിക്കുകയോ ചെയ്യാൻ പാടില്ല. മഹാന്മാരായ ഇമാമിങ്ങൾ അതൊക്കെ വളരെ കൃത്യമായി രേഖപ്പെടുത്തുകയാണ്.